വെൽക്കം ടു ഫ്യൂഷൻ തലശ്ശേരി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. എന്ന് ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മളെവിടെ പോയി കഴിഞ്ഞാലും നമ്മളെ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഉള്ളൊരു വേറെ തന്നെ ഒരു സമാധാനമാണ് നമ്മളെ വീട്ടിലേക്ക് എത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ടൂറൊക്കെ കഴിഞ്ഞു വീട്ടിലെത്തി, അൽഹംദുലില്ലാ. ഇനി വന്ന കുറച്ച് ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ എവിടെയൊക്കെ പോയി കഴിഞ്ഞാലും നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാലുള്ളൊരു സുഖം വേറെ തന്നെയാണ്. അങ്ങനെ കുറച്ചും കൂടി ഓർഗനൈസിങ്ങൊക്കെ ബാക്കിയുണ്ട്. ആദ്യം തന്നെ ഈ ഒരു ചൈനീസ് ടീ, ഇത് ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ്. ചൈനീസിൻ്റെ ഒരു ഗ്രീൻ ടീ. നല്ല രസമുള്ള പാക്കിംഗ് ആയിരിക്കും ഇതിനുണ്ടാവുക. പണ്ട് മുതലേ കിട്ടുന്ന ഇത്തരത്തിലുള്ള നല്ല നല്ല പാക്കിങ്, നല്ല നല്ല ബോക്സുകളൊക്കെ. അപ്പം ഇത് ഗിഫ്റ്റായിട്ട് ഇങ്ങനെ കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ബോക്സും ഈ ഒരു ചൈനീസ് ഗ്രീൻ ടീ ഒക്കെ. അപ്പോൾ ഈ ഒരു കോപ്പിക്കോൻ്റെ ഈ ഒരു കാപ്സിനോ കോഫിയും ഗിഫ്റ്റ് തന്നെയാണ്. ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഈ ഒരു കോഫി ഏരിയ അത്യാവശ്യം ഒരു ഓർഗനൈസിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഡീറ്റെയിൽ ഓർഗനൈസിങ് പിന്നെ ചെയ്യുക. ഇപ്പോൾ വന്ന ഉടനെയുള്ള ജസ്റ്റ് ചെയ്യൽ മാത്രമേ ഉള്ളൂ. നോമ്പ് ടൈം കൂടിയാണല്ലോ. അങ്ങനെ മുറ്റത്തൊക്കെ ചെന്ന് നോക്കി, ചെടിയൊക്കെ നോക്കി, മാങ്ങ വലിപ്പം വെച്ചോ നോക്കി. നല്ല ടേസ്റ്റുള്ള ഒരു പ്രത്യേക ഒരു മാങ്ങയാണിത്. എന്താ പേരെന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ പ്ലോട്ട് വാങ്ങിച്ചതാണ്, അതുകൊണ്ട് തന്നെ എന്ത് മാങ്ങയാണെന്നോ, ചില മാങ്ങ കണ്ടാലേ നമുക്കറിയാലോ, അങ്ങനെ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ പഴുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് മനസ്സിലായത്. പഴുത്ത് വീഴുന്നുണ്ട്, പക്ഷേ നല്ല ചൂട് സമയമായതുകൊണ്ട് അധികം മൂപ്പെത്താതെയാണ് വീണുകൊണ്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. ഞാൻ കഴിഞ്ഞൊരു വ്ളോഗ് ചൈനയിൽ പോയത്, ആ ഒരു ട്രാവലിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരെ അത് കണ്ടിട്ടുള്ളൂ, വളരെ കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. പക്ഷേ വളരെ നല്ല റെസ്പോൺസാണ് വന്നത്. പക്ഷേ എല്ലാവരും എന്നോട് പേഴ്സണൽ മെസ്സേജ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്, ഡീറ്റെയിൽ വീഡിയോ ഇടണേ ചൈനീസ് യാത്രേൻ്റെ എന്ന്. കാരണം കുറേ പേര് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിന് പോകണം, എൻ്റെ ഹസ്ബൻഡ് പോകാറുണ്ട്, എൻ്റെ ബ്രദറിന് പോകണം, എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ കൂടുതലും ചൈനയിൽ പോവുക ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കുമല്ലോ. ഫാമിലിയും പോവും, എന്നാലും കൂടുതലും ജെൻസാണല്ലോ പോവുക. അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ചില ഫാമിലിക്ക് പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറ്റുകയാണെങ്കിൽ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടാം കേട്ടോ. കുറേ വീഡിയോസ് എൻ്റെ അടുത്ത് ഇല്ല, എന്നാലും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുകയും ചെയ്യണമല്ലോ. ഞാൻ നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഒരു വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. കാര്യമായിട്ട് പറയാനുള്ളത് നന്നായിട്ട് നടക്കാൻ ഒരു മടിയും ഉണ്ടാവരുത്. അത്രമാത്രം 10, 12, 15 കിലോമീറ്ററൊക്കെ, ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ നടക്കാനുണ്ടാവും. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അതിപ്പോൾ പുറത്ത് എവിടെ പോയാലും അങ്ങനെ തന്നെയാണല്ലോ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ചൈനയെല്ലാം തോന്നുന്നു. അങ്ങനെ ഒരുപാട് നടന്നത് കൊണ്ട് തന്നെ വീട്ടിലെത്തിയിട്ട് കുറച്ചൊരു മടി പിടിച്ചിട്ടുണ്ട്. നല്ല രസമായിരുന്നു ചൈനയിൽ നിന്ന്. പിന്നെ അത്രയും തണുപ്പും ഒക്കെ ആയിട്ട്. അപ്പോൾ നാട്ടിലെത്തി നോക്കുമ്പോൾ കുറച്ച് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ മസാജ് ചെയറിൽ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് മസാജ് ചെയറിലിരിക്കും. അപ്പോൾ ഒരു നല്ലൊരു റിലാക്സേഷൻ അല്ലേ. അപ്പോൾ മസാജൊക്കെ കഴിഞ്ഞു. കാലിന് നല്ല മസാജ് വേണം ഇങ്ങനെ യാത്രയൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ. പിന്നെ അങ്ങനെ കിച്ചണിൽ വന്ന് നോക്കുമ്പോൾ കിച്ചൺ ടവൽ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇടണേന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നല്ല കിച്ചൺ ടവലായിട്ട് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ. പല ടവൽസും
1 വർഷം 1.5 വർഷമൊക്കെ ആയിട്ടുള്ള ടവൽസാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ പണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിലുണ്ട്, ചെക്ക് ചെയ്താൽ മതി. ഒരു ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും ഉള്ളത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ 2 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്താൽ നല്ലതാണ്. അതായത് കുറച്ച് വെള്ളത്തിൽ കുറച്ച് വിനീഗറും ഇങ്ങനെ ചെറുനാരങ്ങ അതും ഇടുക, 2-3 പീസാക്കിയിട്ടൊക്കെ. എന്നിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇടുക. എന്നിട്ട് നല്ല ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ലിക്വിഡ് ഇടുക. ഇത് നല്ലോണം തിളച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ട് ആറിയതിന് ശേഷം നല്ല സ്മെല്ലുള്ള കംഫർട്ട് പോലത്തെ എല്ലാം നല്ല ഫാബ്രിക് ഇട്ടിട്ട് നന്നായിട്ട് സോപ്പ് ഇട്ടിട്ട് നമ്മൾ ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ല് നമുക്ക് തോന്നും. നല്ല ടവൽസായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, നല്ലോണം ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ. അത് കുറേ മെത്തേഡ് ഉണ്ട്, ഞാനത് പിന്നെ ഒരു വീഡിയോയിൽ ഇനിയും ഞാൻ ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെയുള്ളൊരു ഇഷ്യൂ ആണ് നമ്മൾ നല്ല നല്ല നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ, പ്രത്യേകിച്ച് പാനുകൾ. അപ്പോൾ അധികം പഴയതൊന്നും ആയിട്ടുണ്ടാവില്ല. എന്നാൽ നമ്മൾ യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് തന്നെ തോന്നും ഇതെന്താ ഒരു പഴയതായ പോലെയെന്ന്. അതായത് ഈ സൈഡിലൊക്കെ നല്ലോണം പറ്റി നിൽക്കുന്നുണ്ടാവും, ഒരുപാട് കച്ചറകൾ പോലെ ഡ്രൈ ആയി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഈ പാന് ചൂടാക്കിയിട്ട് എന്നിട്ട് നമ്മൾ ഒരു വുഡൻ സ്പൂണ് എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ട് ഈ സൈഡൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് റിമൂവ് ആയി വരും. ആദ്യത്തെ ആ ഒരു പിടിച്ച് നിൽക്കുന്ന ആ ഒരു പ്രശ്നങ്ങളൊക്കെ റിമൂവ് ആയി കിട്ടും. അതിന് ശേഷം നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് വിനിഗറോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചെറുനാരങ്ങയോ അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പോഞ്ച് എടുത്ത് ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീനായി വരും. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഭാഗങ്ങളിലാണ് വരിക കൂടുതൽ, ഹാൻഡിൽസിൽ, അതുപോലെ തന്നെ ആ റൗണ്ടിൽ നിൽക്കുന്ന ചുറ്റുമുള്ള ആ മേൽ സൈഡ്. അപ്പോൾ അത്തരം സൈഡുകളിലൊക്കെ ഇതിങ്ങനെ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടിട്ട് ഒരു പഴയതുപോലെയൊക്കെ തോന്നുമ്പോൾ നമുക്ക് ആകെ ഒരു വിഷമായിരിക്കും. അധികം പഴയതായിട്ടും ഉണ്ടാവില്ല, എന്നാൽ ആകെ ഒരുമാതിരി ഒരു അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഒരു മാസത്തിൽ 2 പ്രാവശ്യം ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് കാലം ലാസ്റ്റിങ് ചെയ്യും ഈ ഇത്തരം പാത്രങ്ങൾ. അല്ലാതെ നമ്മൾ സ്പൂൺ ഇട്ടിട്ടോ സ്റ്റീൽ സ്പൂൺ ഇട്ടിട്ടോ അല്ലെങ്കിൽ സ്റ്റീൽ സ്ക്രബ്ബർ ഇട്ടിട്ടോ മറ്റേതെങ്കിലും രീതിയിലൊക്കെ അമർത്തിയിട്ടല്ലോ നമ്മൾ വല്ലാതെ ഉരക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആകെ നമ്മുടെ പാത്രത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു ചുവന്ന പാത്രം എൻ്റെ പഴയ വ്ളോഗൊക്കെ നോക്കിയാൽ മതി. 9 ഇയേഴ്സോളായിട്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നൊരു ഐറ്റമാണിത്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഞാനിത് ചെയ്യാനുള്ള കാരണം, ഇത് ഞാൻ കൂടുതലും ബേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്, കുക്കിംഗ് റേഞ്ചിലൊക്കെ വെക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ കുറേ സമയമൊക്കെ അങ്ങനെ സ്ലോ കുക്കെല്ലാം ചെയ്യുമ്പോൾ പാത്രം ഒരു മാതിരിയാവും. പക്ഷെ വേറൊന്നും സംഭവിക്കില്ല, അങ്ങനെ തന്നെ ഡേർട്ടി ആകുന്ന പോലെ ഉണ്ടാവും, ഒരു എണ്ണേൻ്റെ മെഴുക്കൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളെ പാത്രവും ക്ലീനായി, അതായത് ബേക്കിംഗ് സോഡയും നമ്മളെ നല്ല നല്ല എന്താ പറയുക ഈ വിനീഗറും ചെറുനാരങ്ങേൻ്റെ ഒക്കെ ഗുണങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ ചെയ്യും പാത്രങ്ങൾക്കും നമ്മളെ തുണികൾക്കും ഒക്കെ ആയിട്ട്. നമ്മൾ ക്ലീൻ ചെയ്യുന്ന സ്പോഞ്ചിന് പോലും ഇത്തരം സംഭവങ്ങൾ നല്ലതാണ്, സ്പോഞ്ച് പോലും ക്ലീനാവും. അപ്പോൾ എൻ്റെ പാത്രവും ക്ലീനായി, എൻ്റെ തുണികളും ക്ലീനായി, അതാണ്. അപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പാത്രത്തിൽ തന്നെ നമ്മൾ അന്ന് യൂസ് ചെയ്ത കിച്ചൺ ടവൽസൊക്കെ അതിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പാത്രവും കൂടുതലായിട്ട് ക്ലീനായി നല്ലൊരു ഇതായിട്ട് വരും. അതിൻ്റെ കൂടെ നമ്മളെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന തിരക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ടവൽസ് ഉണ്ടല്ലോ, അതും ഭയങ്കര ക്ലീനാവും. കുറേ മെത്തേഡ് ഉണ്ട് കിച്ചൺ ടവൽ ക്ലീനിങ്ങുമായിട്ടുള്ള, അത് ഞാൻ പിന്നെ കാണിക്കാം. ആ പഴയ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി, അതിൽ ഭയങ്കര ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. ഒന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ അത്യാവശ്യമുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കുക്കിങ്ങിലേക്കാണ്, കുക്ക് ചെയ്യാനുള്ളൊരു ടൈം ആകുന്നുണ്ട്. ബാക്ക് ടു റൊട്ടീനിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കണം. ചെറിയ ചെറിയ മടി ഉണ്ടാവും ഒരു 1-2 ദിവസം. അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫേസൊക്കെ ആകെ ഒരു ഡള്ളായി നിൽക്കുന്നുണ്ടാവും.
അപ്പോൾ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നുണ്ട്. നല്ലൊരു ഫേസ് പാക്കാണിത്. കുറച്ച് നമ്മളെ നല്ല പപ്പായ ഉണ്ടല്ലോ പഴുത്ത, ആ പപ്പായയില കുറച്ച് എടുക്കുക, കുറച്ച് കൈയളവ് മാത്രമാണ്. അതിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് അതിൽ കുറച്ച് മുൾത്താണി മിട്ടിയും കുറച്ച് കയ്യിൽ കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ സാധാ മഞ്ഞളും മതി, കുറച്ച് പൊടി എല്ലാം കൂടി ചേർത്ത് കുറച്ച് റൈസ് പൗഡറും ചേർത്തിട്ട് മിക്സിയിൽ നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഐസ് ക്യൂബുകളിൽ ഇട്ട് വെക്കുക. എന്നിട്ട് പിന്നെ നല്ലോണം ഐസായി കഴിഞ്ഞാൽ നമ്മളൊരു ബോക്സിലെടുത്ത് വെച്ചിട്ട് നമ്മൾ ഒരാഴ്ച അടുപ്പിച്ചിത് ചെയ്യണം എല്ലാ ദിവസവും. പിന്നീട് ആഴ്ചയ്ക്ക് 2 പ്രാവശ്യം ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് മുഖത്ത് നല്ലൊരു ഗ്ലോ കിട്ടും, നല്ലൊരു മാറ്റം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.